എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ സുഖത്തിലില്ലേ? السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം അല്ലെ. നമ്മള് ഇന്നലത്തെ റെക്കോർഡ് വിട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് 2 റെക്കോർഡും ഒരുമിച്ച് സെൻഡ് ചെയ്യാം. എങ്ങനെ പോകുന്നുണ്ട്? യാത്രയൊക്കെ സുഖമാണോ? യാത്രയൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? നമ്മൾ അൽഹംദുലില്ലാഹ് ഫോർഗിവിന്റെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പം 4-5 ദിവസമായി അല്ലേ. ഒരു വണ്ടിയിൽ നിന്നും ഇറങ്ങി വേറൊരു വണ്ടിയിൽ കയറിയിരിക്കുകയാണ് അല്ലെ. നമ്മള് ഗ്രാറ്റിറ്റ്യൂഡിന്റെ വാഹനത്തിലായി നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഫോർഗീവിന്റെ വാഹനത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ടിന്റെയും സുഖം നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു വാഹനത്തിൽ പോകുമ്പോഴുള്ള ഒരു സുഖവും ഫോർഗീവ് എന്ന വാഹനത്തിൽ കൂടി പോകുമ്പോഴുള്ള സുഖവും രണ്ടും രണ്ട് തലത്തിലായിരിക്കാം ഫീൽ ചെയ്യപ്പെടുന്നുള്ളത്. എന്താണ് ശരിക്കും ഒരു ഫീല്? ജസ്റ്റ് ആരെങ്കിലും ഒരാളൊന്ന് അൺമ്യൂട്ടാക്കി പറയോ? എന്തില്ലേ പറയാൻ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ടാക്കി പറഞ്ഞോളൂ. പക്ഷെ എനിക്ക് ഫോണിൽ നമ്മൾ എഴുതിയിട്ട് എനിക്ക് മനസ്സിലാത്തൊരു ഫീലിംഗ് വരുന്നില്ല. എന്താണെന്നറിയില്ല. ഇൻഷാ അല്ലാ കുറച്ച് ദിവസം കണ്ടിന്യൂ പോവാം, വരും. എന്തേ നിങ്ങളൊന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം, ഇപ്പൊ തന്നെ അല്ല, ഒന്ന് PM കേട്ടോ. ആ, രാവിലെ തന്നെ അല്ല, രാവിലെ തിരക്കിലായിരിക്കുമല്ലോ, പിന്നെ ഒന്ന് PM. ഇൻഷാ അല്ലാ. ഓക്കെ. അപ്പൊ നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം, നമ്മളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡിൽ പോകുന്ന സമയത്ത് എന്തോ ഒരു ആനന്ദമായിരുന്നു അല്ലെ. ഓരോന്നിലും ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഓരോ കിട്ടിയതിനും നമ്മൾ നന്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് വല്ലാത്തൊരു ആനന്ദവും സന്തോഷവുമായിരുന്നു. പക്ഷേ ഫോർഗീവിലൂടെ പോകുന്ന സമയത്ത് ശരിക്കും ആ ഒരു ആനന്ദം പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റിക്കൊള്ളണം എന്നില്ല. നല്ലൊരു പെയിൻ ഉണ്ടാവും. കാരണം നമ്മളുടെ ഭാഗത്തു നിന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ അത്രമാത്രം പിന്നെ താഴ്ന്നു കൊടുത്തിട്ട് പോലും നമ്മളെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്ന, എന്നും നമ്മളെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാൻ നടക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് അവർക്കെല്ലാം ഒറ്റ കാഴ്ചപ്പാടിൽ പുറത്തു കൊടുക്കണം, അവർക്കെല്ലാം പുറത്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫോർഗീവിലൂടെ പോകുന്ന സമയത്ത് അത് അല്പം പെയിനുള്ള ഒരു സംഭവമായിരിക്കാം നമുക്ക് എല്ലാവർക്കും. പക്ഷേ ഇത് പെയിൻ ഉള്ളതാണെങ്കിലും അതിലൂടെ കുറച്ചങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ വേദനിച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾക്കത് കിട്ടിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു യഥാർത്ഥ ആനന്ദത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇൻഷാല്ല മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു സുഖമാണ്, ഫോർഗീവ് എന്ന് പറയുന്നത് അതിലും അപ്പുറത്തെ ഒരു സുഖം ഉള്ളതാണ് എന്ന് നമുക്ക് ഇൻഷാല്ല തിരിച്ചറിയാൻ വേണ്ടി പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം നമ്മുടെ മുറ്റത്ത്
പടർന്നിരിക്കുന്ന കുഞ്ഞു പുല്ലുകളൊക്കെ നമ്മളിങ്ങനെ എടുത്ത് പറിച്ച് മാറ്റൂലേ? അത് മാറ്റുന്ന സമയത്ത് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് പറിച്ച് മാറ്റാൻ വേണ്ടി പറ്റും. പക്ഷെ കുറച്ച് ഡീപ്പായ വേരുകളൊക്കെ ഇങ്ങനെ പോയ പടർന്ന് പന്തലിച്ച പുല്ലുകളൊക്കെ ആണെങ്കിലോ, അത് ചിലപ്പോൾ നമ്മൾ ഒരു അറ്റത്തുനിന്ന് പൊരിച്ചാലും വീണ്ടും വേറെയും വേറെയും അറ്റങ്ങളിലേക്ക് അതിന്റെ വേരുകൾ അങ്ങനെ പടർന്നു കൊണ്ടേയിരിക്കും അല്ലെ. പൊരുത്തുനിന്ന് പൊരിച്ചു കഴിഞ്ഞാലും നമുക്കറിയാൻ വേണ്ടി പറ്റും, ഒരു സ്ഥലത്തുനിന്ന് പൊരിച്ചാലും അപ്പുറത്തും അപ്പുറത്തും അതിന്റെ വേരുകൾ ഉണ്ടാവും. അപ്പൊ നമുക്കിങ്ങനെ പൊരിച്ചു മാറ്റാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഇനി അതും കുറച്ച് ഡീപ്പായ കുറച്ച് കാലങ്ങളായി അവിടെ നിലനിന്നതാണെങ്കിലോ, നമ്മൾ ചിലപ്പോഴെങ്കിലും അതിനൊന്ന് കത്തി കൊണ്ട് ഇളക്കി അതിന്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി എടുത്തുകൊണ്ടായിരിക്കാം നമ്മൾ അതിനെ പൊരിച്ചു മാറ്റേണ്ട ഒരവസ്ഥയിലേക്ക് എത്താന്നുള്ളത്. അപ്പൊ നമുക്കതിനെ അതിന്റെ ആ സൈഡൊക്കെ ഒന്ന് ഇളക്കി പൊരിച്ച് മാറ്റുമ്പോൾ നമുക്ക് ആ സമയത്ത് നല്ല പെയിൻ ഉണ്ടാവും അല്ലെ. ആ അവിടെ നമ്മളിപ്പോ ആ ഒരു നിലം ഇങ്ങനെ കളച്ചൊരു പുല്ല് മാറ്റുകയാണെങ്കിൽ ആ അവിടെ എന്തുണ്ടാവും, ആ നിലത്ത് നമുക്ക് പാട് കാണും. ആ പാട് കണ്ടിട്ടോ, ഇനി ഇന്നാണ് നമ്മൾ അതിനെ പൊരിച്ചു മാറ്റിയതാണെങ്കിൽ 2 3 ദിവസങ്ങളൊക്കെ, ഇനി കുറച്ചും കൂടി ഡീപ്പായ വേരുകളൊക്കെ പോയതാണെങ്കിൽ കുറച്ച് കൂടി ദിവസങ്ങൾ കൂടുതൽ നമുക്ക് അതിന്റെ പാടുകൾ ഒക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ആ ഒരു പാടെന്ന് പറയുന്നത് അവിടെ ഉണ്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വള്ളിയായിരുന്നു, അത് അവിടെ നിന്ന് ഇപ്പൊ പോയല്ലോ എന്നുള്ളൊരു സമാധാനമായിരിക്കാം. അവിടെ ഒന്ന് കുഴിഞ്ഞു പോയിട്ടുണ്ടോ, മണ്ണിളകി പോയിട്ടുണ്ടോ എന്നുള്ളൊന്നും പ്രയാസം നമുക്ക് വരില്ല. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് എല്ലാ സ്ഥലങ്ങളിലും പോലെ തന്നെ നോർമൽ ആവുകയും അവിടെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. അതേപോലെയാണ് ഈ ഫോർഗീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അകത്തളത്തിൽ ഉണ്ടായ പല പല വേരുകളും, അത് ചിലപ്പോൾ എത്രയോ വർഷങ്ങൾ ഉണ്ടായതായിരിക്കാം. ചിലപ്പോൾ നമ്മളുടെ മനഃപൂർവ്വം തെറ്റുകൊണ്ടോ അതല്ലെങ്കിൽ നമ്മളുടെ യാതൊരു കാരണം ഇല്ലാതെയോ ഉണ്ടായതായിരിക്കാം, വർഷങ്ങൾ കൊണ്ടുള്ളതായിരിക്കാം. ഇതങ്ങനെ ഡീപ്പായി 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 പോയതിന് നമ്മളിങ്ങനെ ഓരോന്ന് 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 പറിച്ചെടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് നല്ല പെയിൻ ഉണ്ടാവും. ഈ പെയിന് നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല. ഈ പെയിന് സഹിക്കുന്ന സമയത്ത് വിചാരിക്കാൻ വെറുതെ വേണ്ടിയില്ലായിരുന്നു എന്ന്. പക്ഷെ ആ ഒരു ക്ഷമയിലൂടെ നമ്മളിങ്ങനെ അൽഹംദുലില്ലാ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിയുമ്പോൾ അവസാനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പുല്ല് മറിച്ച് മാറ്റിയ നമ്മുടെ മുറ്റം ഒന്ന് ഓക്കെ ആവുന്നത് പോലെ തന്നെ നമ്മുടെ ഹൃദയവും, ഇവിടെ നമ്മൾ ആ ഒരു വേദനകളെ പറിച്ചു മാറ്റി സമയം ശേഷം നമ്മൾ അവരുടെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോർഗീവ് എന്ന് പറയുന്ന ആ ഒരു മുറിവിൽ നിന്നും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പഴയ അവസ്ഥയിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഇൻഷാല്ലാ നമുക്ക് ആയി തീരാൻ വേണ്ടി പറ്റും ഇൻഷാല്ലാ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴുള്ള വേദനകളെ, ആ ഒരു ബുദ്ധിമുട്ടുകളെ ആരും പ്രയാസം ആയി തോന്നണ്ട. ആ വേദനകൾ സഹിച്ചുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഫോർഗീവ് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. ഒന്ന്, നമ്മൾ ആദ്യം ഒരു തീരുമാനം എടുക്കുക. ഒരു മിനിറ്റ്. നമുക്ക് ഇന്നു മുതൽ നമ്മളൊരു തീരുമാനം എടുക്കുക. ഞാൻ ഇനി എൻ്റെ ഹൃദയത്തിൽ വേണ്ടാത്ത ഭാരങ്ങൾ പേറി നടക്കില്ല എന്നുള്ളത്. അപ്പൊ എന്നിൽ നിന്നും ഈ ഭാരങ്ങൾ ഒഴിവാക്കണം എന്നുള്ള ഒരു തീരുമാനം എനിക്ക് വരുമ്പോൾ, എന്നിൽ നിന്നുള്ള ഈ ഭാരം ഒഴിവാക്കണം എന്നുള്ള തീരുമാനം വരുമ്പോൾ പിന്നെ ആ ഭാരം ഒഴിവാക്കുന്നത് കൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് വരില്ല. കാരണം ഉള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ ഏതൊരു സംഭവമാണെങ്കിലും മറ്റുള്ളവർ വേദനിച്ച സംഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉള്ളത്ര കാലം അത് ഓർക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. നമ്മളിപ്പോ ഞാൻ ചില ആളുകളെങ്കിലും പറയുന്ന കേൾക്കാറുണ്ട്, എന്തേ, ഞാൻ അവൾക്ക് ഇത് മരിച്ചാലും പുറത്ത് കൊടുക്കില്ല. പിന്നെ ചില ആളുകൾ പറയുന്ന കേൾക്കും, ഇത് മഹ്ശറയിൽ വെച്ച് നമുക്ക് തീർത്തോളാം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും, ഇപ്പം നാട്ടിലത്തെ അവസ്ഥ നല്ല ചൂടല്ലേ, ഇവിടെയും നല്ല ചൂട് തന്നെയാണ്, നല്ല ചൂടല്ലേ. ഇപ്പൊ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട് എന്നുള്ളത് കേൾക്കുന്നുണ്ടെങ്കിലും നല്ല ചൂടാണ് അല്ലെ. ഒരു നട്ടുച്ച സമയത്ത് ഒരു 12 മണി സമയത്ത് നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ പോയി വെറും വെയിലത്ത് പോയി നിൽക്കാൻ വേണ്ടി പറ്റുമോ? എന്നെ കൊണ്ട് പറ്റില്ല. നമുക്ക് ഈ ഒരു കൊടും ചൂടില് ഒരു അരമണിക്കൂർ പോവട്ടെ, ഒരു 5 മിനിറ്റ് പോലും നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല. എന്നാൽ നമ്മൾ നമ്മുടെ വേദനിപ്പിച്ചവരെ ഒക്കെ നാളെ മഹ്ശറയിൽ നിന്ന് തീർത്തോളാം, റബ്ബിന്റെ കോടതിയിൽ വെച്ച് തീർത്തോളാം, അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച് തീർത്തോളാം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളുടെ എതിർവശത്തുള്ള ഒരു കക്ഷിയെ, അവർക്ക് നമ്മൾക്ക് വേണ്ടിയുള്ള ആ ഒരു നിയമങ്ങളും നടപടികളൊക്കെ വരുന്നത് വരെ നമ്മളെയും അവിടെ വെയിറ്റിങ്ങിലായിരിക്കൂലേ.
അത്രയും സമയം നമ്മൾ ഇവിടെ നിൽക്കേണ്ടേ. അപ്പൊ നമുക്ക് ഇവിടത്തതിന്റെ 10 മടങ്ങ് ചൂട് അനുഭവപ്പെടുന്ന ആ ഒരു മൈശറ ഭൂമിയിൽ നമ്മൾക്ക് പോയി നിൽക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ചൂട് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് പ്രത്യേകിച്ചും സ്ത്രീകൾ നമ്മൾ കിച്ചണിൽ നിന്ന് പണിയെടുക്കുന്ന സമയത്ത് അറിയാതെ നമ്മുടെ കൈ ഒന്ന് ആ ചൂടുള്ള ചട്ടിയിലേക്കൊന്ന് തട്ടിപ്പോയാൽ 됐다. 준비됐자. നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ചൂടിന്റെ കാഠിന്യം എത്രയാണ്? അല്ലെ? നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ചൂടിന്റെ കാഠിന്യം എത്രയാണ്? അത്രത്തോളം ചൂട് നമ്മൾ അനുഭവിച്ചിട്ട് പോലും നമുക്ക് നരകം എന്ന് പറയുമ്പോൾ, അവിടുത്തെ മൈശറ എന്ന് പറയുമ്പോൾ, ആ ചൂടെന്ന് പറയുമ്പോൾ അത് നമുക്കൊന്നും അല്ലാത്തൊരവസ്ഥയിലായി പോകുന്നുണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ അധിക പേരും എന്തായി പോകുന്നത്, ഇത് നമുക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ നിന്ന് തീർക്കാം എന്ന് പറയുന്നത്. ഇനി അതല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു വ്യക്തികൾ നമ്മളെ വേദനിപ്പിച്ചതിന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ അവർക്ക് പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യം, ഞാൻ എന്തിനാണ് അവരുടെ മുന്നിൽ ഒന്ന് താഴ്മയിലേക്ക് പോവേണ്ട ആവശ്യം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, താഴ്മ എന്ന് പറയുന്നുള്ളത്, വിനയം എന്ന് പറയുന്നുള്ളത് അത് റബ്ബിൽ നിന്ന് വരുന്നുള്ളതാണ്. എന്നാൽ ഞാൻ എന്തിനു താഴ്ന്നു കൊടുക്കണം എന്നുള്ള ചിന്ത വരുന്നുള്ളത് ഇബ്ലീസിന്റെ കയ്യിൽ നിന്നും, ഇബ്ലീസിന്റെ അടുത്ത് നിന്നുമാണ്. അങ്ങനെയാണെങ്കിൽ നാം നമ്മുടെ റബ്ബിൽ നിന്ന് വരുന്നതിനെയാണോ സ്വീകരിക്കേണ്ടത്, അതല്ല ഇബ്ലീസിന്റെ ശൈത്താനിയത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? കാരണം ഞാൻ വിട്ടുകൊടുക്കലോട്, ഞാൻ താഴ്ന്നു കൊടുക്കലോട് കൂടെ ഞാൻ എൻ്റെ റബ്ബിന്റെ അടുത്താണ് എനിക്ക് പദവി കൂടുന്നുള്ളത്, എനിക്ക് എൻ്റെ റബ്ബിന്റെ അടുത്ത് പദവി കൂടിയാൽ മതി എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണെങ്കിൽ, ആ ഒരു യഥാർത്ഥ സ്നേഹത്തെ, നമ്മളെ പടക്കപ്പെട്ട, ഞാൻ ചോദിച്ചിട്ടല്ലേ എന്നെ സൃഷ്ടിച്ചത്, അല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചിട്ടോ ഞാൻ പറഞ്ഞിട്ടോ അല്ല എന്നെ എൻ്റെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. എനിക്ക് സുഖങ്ങളും ദുഃഖങ്ങളും നൽകുന്നതും ഞാൻ ചോദിച്ചിട്ടല്ല. ഇനി മറ്റു വ്യക്തികൾ, പുറത്തു നിന്നുള്ള വ്യക്തികൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മളോട് പെരുമാറുന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടോ നമ്മൾ ഉദ്ദേശിച്ചിട്ടോ അല്ല. പകരം അള്ളാഹുവിന്റെ തീരുമാനമാണ് അതല്ലേ? അള്ളാഹു ആ വ്യക്തിയെ നമ്മളോട് ഇത്തരത്തിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ളത്, ഒന്നുകിൽ അത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഇണകളായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ മക്കളായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള നമ്മളുടെ പാരൻസോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സോ, ആരും ആയിക്കോട്ടെ. അങ്ങനെ ഏതൊരു വ്യക്തിയും നമ്മളോട് ഇങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ളത് ആ വ്യക്തി ഒറ്റയ്ക്കെടുക്കുന്ന ഒരു തീരുമാനം അല്ല, മറിച്ച് നമ്മളോട് ചുറ്റുമുള്ള ആളുകൾ ഇങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള തീരുമാനം നമ്മളിൽ നിന്നുള്ളതല്ല, അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അത് ആ വ്യക്തിയിൽ നിന്നുള്ളതല്ല, അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെ വേദനിപ്പിച്ച, നമ്മളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ പോലും ആ വ്യക്തിയെ കൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിപ്പിച്ചത് അള്ളാഹു ആണല്ലോ. ഈ ഒരു വ്യക്തിയെ കൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിപ്പിച്ചത് അള്ളാഹു ആയതുകൊണ്ട്, അള്ളാഹു എന്നോട് ഈ വ്യക്തി ഇങ്ങനെ പ്രവർത്തിപ്പിക്കുക എന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു റീസൺസ്, എന്തെങ്കിലും ഒരു കാരണം അള്ളാഹു എനിക്ക് ഹൈറായത് വെച്ചിട്ടുണ്ടാവാം. എനിക്കിത് സഹിക്കണമെങ്കിൽ അള്ളാഹു എന്തെങ്കിലും ഒരു ഹൈറായ തീരുമാനം വെച്ചിട്ടുണ്ടാവാം. അതാണ് നമ്മൾ പറയുന്ന നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ ഈമാൻ കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ ഇത് വെറും ഒരു വാക്കുകളായി കൊണ്ട് മാത്രം മാറിപ്പോവുകയാണ്. എന്നാൽ ഇത് വെറും വാക്കുകളായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിലേക്ക് നമുക്ക് വരുന്നില്ല എന്നുള്ളതാണ്. കാരണം പ്രവർത്തനത്തിലേക്ക് നമുക്ക് വരുന്നുണ്ടെങ്കിൽ ചുറ്റുപാട് കൊണ്ട് നമ്മൾ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ, ഞാനത് മറക്കില്ല എന്നോ, ഞാനത് പൊറുക്കില്ല എന്നോ, ഞാനത് പുറത്ത് കൊടുക്കില്ല എന്നോ, സ്വന്തം മക്കൾക്ക്, അതല്ലെങ്കിൽ സ്വന്തം സിബ്ലിങ്സിന്, അതല്ലെങ്കിൽ സ്വന്തം ഹസ്ബൻഡിന്, അതല്ലെങ്കിൽ സ്വന്തം പാരൻസിന്, അതല്ലെങ്കിൽ സ്വന്തം നെയ്ബേഴ്സിന്, അതല്ലെങ്കിൽ സ്വന്തം കൊളീഗ്സിന്, ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ടവർ മാത്രമേ നമ്മൾ വേദനിപ്പിക്കുള്ളൂ. അല്ലാതെ അറിയാതെ ആരെങ്കിലും വന്ന് നമ്മൾ വേദനിപ്പിക്കോ? ഇല്ല. നമ്മളെ വേദനിപ്പിക്കുക എന്നുള്ളത് നമ്മളുമായി അടുത്ത് ഇടപഴകുന്ന ആളുകളായിരിക്കാം, അല്ലെ? അങ്ങനെ നമ്മളുമായി അടുത്ത് ഇടപഴകുന്ന ആളുകൾ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ ആ വേദനിപ്പിച്ച റീസൺസ് കൊണ്ട് നമ്മൾ അവരോട് മനസ്സിൽ വെറുപ്പ് വെച്ച് നിൽക്കുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ഭാരം എൻ്റെ ഹൃദയത്തിലേക്ക് പേറി നിൽക്കുകയാണ് എന്നും, അത് നാം അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത്, അത് ഞാൻ എൻ്റെ റബ്ബിന്റെ അടുത്ത് എൻ്റെ പദവി ഉയർത്തുക എന്നുള്ളതും, ഇനി ഇദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ പ്രവർത്തിക്കാൻ കാരണമായത് അതെന്റെ റബ്ബിന്റെ തീരുമാനമാണ് എന്നുള്ളതും, നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്നാണെങ്കിൽ എൻ്റെ അടുത്ത് ഈ ഒരു വ്യക്തി ഇങ്ങനെ പ്രവർത്തിപ്പിച്ചത് ഇതെനിക്ക് തിന്മയായിട്ടാണ് വന്നതെങ്കിൽ പോലും ആ നന്മയും തിന്മയും തന്നത് എൻ്റെ റബ്ബാണ്. അതുകൊണ്ട് എൻ്റെ റബ്ബ് തന്നതിനെ ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക എന്നുള്ളൊരു നിയത്തോടു കൂടി നമുക്ക് പോകാൻ വേണ്ടി പറ്റുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് പുറത്തു കൊടുക്കാതിരിക്കാനോ വിട്ടുകൊടുക്കാതിരിക്കാനോ പറ്റില്ല. ഇനി നമ്മള്
5 വഖത്ത് നിസ്കാരത്തിന് ശേഷവും അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാണ്. അറിഞ്ഞോ അറിയാതെയോ വന്നു പോയ തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് പുറത്ത് നൽകണമേ എന്ന്, അല്ലെ? നമ്മൾക്ക് അറിഞ്ഞോ അറിയാതെയോ നമുക്ക് പുറത്തു തരണം എന്ന് നാം നമ്മുടെ റബ്ബിനോട് ചോദിക്കുമ്പോ, നമ്മളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്നെങ്കിലും നമ്മളോട് പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്കിനെ ഓർത്തുകൊണ്ട് അതിനെ മനസ്സിലിട്ട് വെച്ചുകൊണ്ട് നാം ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കില്ല എന്നോ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ, ചിലപ്പോഴും നമ്മൾ വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വന്ന് നമ്മുടെ പ്രത്യക്ഷത്തിൽ പറയാണ്, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരടിമ, എൻ്റെ ഈ ഇഷ്ടപ്പെട്ട ഒരടിമ നിന്നോട് അന്ന് എന്തോ ഒരു കാരണവശാൽ പറഞ്ഞ ഏതോ ഒരു വാക്ക് ഇന്നും നീ പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ അടിമയ്ക്ക് നീ പുറത്തു കൊടുക്കാത്തതുപോലെ നിനക്കും ഞാൻ പുറത്തു തരൂല എന്നൊരു വാക്ക് അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് എന്ന് നമ്മൾ വെറുതെ ഒന്ന് തോന്നി നോക്കിയേ. പിന്നെ ചില ആളുകളൊക്കെ പറയുന്ന ഒരു വാക്കുകളുണ്ട്, എന്താണെന്നറിയോ? ഒരു വ്യക്തി ഒരു വ്യക്തിയെ വേദനിപ്പിച്ചതാണെങ്കിൽ അത് അള്ളാഹു തരില്ല, അള്ളാഹു പുറത്തു തരില്ല. ഏതുവരെ? ആ വ്യക്തി നമ്മൾക്ക് പുറത്തു നൽകുന്നത് വരെ. അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കാതെ അള്ളാഹു അവൾക്ക് പുറത്തു കൊടുക്കില്ല, ഞാൻ വിട്ടുകൊടുക്കാതെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കില്ല, അതുകൊണ്ട് ഞാൻ അവർക്ക് വിട്ടുകൊടുക്കില്ല എന്ന് ഒരു അഹങ്കാരമോ, അതല്ലെങ്കിൽ അള്ളാഹു നമ്മൾക്ക് ഏതോ ഒരു പദവി ഉയർത്തി തന്നതോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ട്. ശരിയാണ്, നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ നമ്മൾ അവർക്ക് പുറത്ത് കൊടുക്കാത്തിടത്തോളം കാലം അള്ളാഹു അവർക്ക് പുറത്ത് കൊടുക്കില്ല എന്ന് പറയുന്നത് കറക്റ്റാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം എന്ന് പറയുന്നുള്ളത് നമ്മൾ അത് അവർക്ക് പുറത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ പുറത്ത് കൊടുക്കാത്തിടത്തോളം കാലം ആ വ്യക്തിക്ക് അത് പുറത്ത് കൊടുക്കില്ല, അതുകൊണ്ട് ഞാൻ അത് അവർക്ക് പുറത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ അവർ സുഖിക്കണ്ട, അവർ അല്പം വേദന അനുഭവിച്ചോട്ടെ എന്ന് നമ്മളെ വേദനിപ്പിച്ച വ്യക്തിയെ കുറിച്ച് അറിയാതെയെങ്കിലും ഉള്ളിലേക്ക് ആ ചിന്ത വരുന്നുണ്ടെങ്കിൽ, അവിടെ നമ്മളെ തന്നെയാണ് സ്വയം വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നുള്ളത്. കാരണം നമ്മൾ ഒരു തെറ്റ് ഒരു വ്യക്തിക്ക് പുറത്തു കൊടുക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന്റെ 10 മടങ്ങ് പുറത്തു തരുന്നുണ്ട്, അല്ലെ? അപ്പൊ നമ്മുടെ എതിരുള്ള ആ ഒരു വ്യക്തിക്ക് നമ്മൾ പുറത്ത് ക്ഷമിച്ച് കൊടുക്കാതിരിക്കുമ്പോ അള്ളാഹുവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 10 പദവികളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ളത്. വെറുതെ നമ്മൾ എന്തിനു നഷ്ടത്തിലേക്ക് പോകണം? ഇനി നമ്മളെ വേദനിപ്പിച്ച ഒരു വ്യക്തിക്ക് നമ്മൾ പുറത്തു കൊടുത്തു തന്നെ ഇരിക്കട്ടെ, ഇനി ആ വ്യക്തി ചെയ്ത തെറ്റുകൾ അത്രമാത്രം വാല്യൂ ഉള്ളതാണ്, അത്രയും നമ്മൾ വേദനിപ്പിച്ചതാണെങ്കിൽ, നമ്മൾ പുറത്തു കൊടുത്ത കാരണം കൊണ്ട് തന്നെ അള്ളാഹു ചിലപ്പോൾ അവരെ ശിക്ഷിക്കാതിരിക്കോ എന്തും ചെയ്തോട്ടെ, അത് നമ്മുടെ വിഷയമല്ലല്ലോ. എന്നാലോ, പക്ഷെ നമ്മൾ അവിടെ രക്ഷപ്പെടൂലേ? വീണ്ടും അവരെ വിചാരണ ചെയ്യുന്നത് വരെ നമ്മളെയും അവിടെ വെയിറ്റിങ്ങിലാക്കോ? ഇല്ലല്ലോ, നമ്മൾ അവിടെ രക്ഷപ്പെട്ടു പോകൂലേ? പിന്നെ എതിരിലുള്ള വ്യക്തികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിലപ്പുറത്തേക്ക് നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് നമ്മളുടെ വിഷയം നോക്കുക എന്നുള്ളതല്ലേ നമ്മൾക്കറിയാൻ വേണ്ടി പറ്റൂലേ? മഹ്ശറ ലോകത്തേക്ക് എത്തുമ്പോൾ നമ്മൾ നഫ്സ് നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ മാത്രമായിരിക്കും, നമ്മുടെ കൂടെയുള്ളവരെ കുറിച്ചിട്ടോ ഒന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് പോവേണ്ട നമ്മൾ എന്തിനു വേണ്ടി നമ്മുടെ ഈ കുഞ്ഞു ഹൃദയത്തെ മറ്റുള്ളവരുടെ ചിന്തകളാൽ കെട്ടിപ്പൂട്ടി നിറച്ചു വെക്കണം? നമ്മുടെ ഹൃദയത്തിൽ ഓരോ കറുത്ത കുത്തുകളും നമ്മൾ ഓരോ ചിന്തകൾ വരുമ്പോൾ ഹൃദയത്തെ ഓരോ കറുത്ത ഡോട്ടിട്ട് നമ്മൾ നിറയ്ക്കണം. ഇങ്ങനെ കറുത്ത ഡോട്ടിട്ട് നിറക്കുമ്പോൾ നമ്മുടെ വെളുത്ത ഡോട്ടിൽ നമ്മുടെ നന്മക്ക് സ്ഥലങ്ങൾ സ്പേസുകൾ കുറഞ്ഞു പോവുകയല്ലേ? നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പറയണ്ടായി, ഒരു പാത്രത്തിൽ അരഭാഗമോ 1/4 ഭാഗമോ സാധനം ഫുൾഫിൽ ആവുകയാണെങ്കിൽ നമുക്കത് ഫുൾഫില്ല് ചെയ്യാൻ പിന്നെ ആകെ ഇത്ര മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ നമ്മുടെ ഹൃദയത്തെ മറ്റു ചിന്തകൾ കൊണ്ട് മറ്റുള്ള തോട്ടുകളെ കൊണ്ട് നിറച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ നന്മകൾ കിടക്കാൻ അവിടെ സ്പേസ് കുറവായിരിക്കൂലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ കാലിയാക്കി വെക്കാൻ, ഹൃദയത്തെ നമുക്ക് ഒഴിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഫോർഗീവ് എന്ന് പറയുന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മളെ രക്ഷപ്പെടുത്താനുള്ളതാണ്, അല്ലാതെ ഒരിക്കലും നമുക്ക് മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുള്ളതല്ല എന്ന് ഓരോ ദിവസവും നമ്മൾ അടിയറയിട്ട് ഓർമ്മിച്ചിരിക്കേണ്ട സംഭവമാണ്. ഇൻഷാ അല്ലാ അത് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ഇൻഷാ അല്ലാ ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്ത് നമുക്ക് പിരിയാം. എല്ലാവരും കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഇരുന്നോളൂ. ബ്രീത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാം. നട്ടെല്ലെല്ലാം നിവർത്തിക്കൊണ്ട് വളരെ സാവധാനം നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ തന്നെ ശ്രദ്ധകൾ കൊണ്ടുവരാം.
സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഹോൾഡ് ചെയ്യാം. വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. വൺസ് അഗെയിൻ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിങ്ങളുടെ ശ്വാസം ആഴത്തിലേക്കുള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് വയറിന്റെ ഭാഗം അല്പം വീർത്ത് വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ മെല്ലെ അവിടെ താഴ്ന്നു പോകുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ഈ അന്തരീക്ഷത്തിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് എനർജി, ഒരു സ്വർണ്ണ പ്രകാശമായി നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ആ സ്വർണ്ണപ്രകാശം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ മുഴുവനും നിറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഓരോ സെക്കൻഡുകളിലും രക്തം പമ്പ് ചെയ്യുമ്പോൾ, ഓരോ കോശങ്ങളിലേക്കും ആ രക്തങ്ങൾ പ്രവഹിക്കുമ്പോൾ ആ സ്വർണ്ണപ്രകാശം ഓരോ കോശങ്ങളിലേക്കും ഒഴുകിപ്പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ആ പ്രകാശം ടച്ച് ചെയ്യുന്ന ഓരോ ഭാഗത്തിൽ നിന്നും നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും പൂർണ്ണമായും ഇല്ലാതാവുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾ അനുഭവിക്കുന്ന ശാരീരിക വേദന ആയിക്കോട്ടെ, മാനസിക പ്രയാസം ആയിക്കോട്ടെ, എല്ലാം നിങ്ങളിൽ നിന്നും ഇപ്പോൾ ഒരു കറുത്ത പുകയായി നിങ്ങളുടെ ഉച്ഛ്വാസവായുവിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ മെല്ലെ കാലുകളിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ 2 കാലുകളും തറയിൽ പതിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളുടെ കാലുകളിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ മെല്ലെ ആ സ്വർണ്ണപ്രകാശം ആ വേദനകളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും ഒരു സ്പർശനത്തിലൂടെ അവിടെ പൂർണ്ണമായും ശിഫ ലഭിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന ഏത് ബുദ്ധിമുട്ടുകളും ഏത് പ്രയാസങ്ങളും അത് മുഴുവനും നീക്കി നൽകേണ്ടത് നമ്മുടെ ഇലാഹാണ്. ഇലാഹിൽ നിന്ന് കിട്ടുന്ന നമ്മൾക്ക് ഓരോ സെക്കൻഡുകളിലും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ബ്രീത്തിങ്, അത് നമുക്കൊരു സ്വർണ്ണപ്രകാശം പോലെ ഒരു പോസിറ്റീവ് എനർജിയായി നമ്മുടെ അകത്ത് പ്രവേശിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും ആരോഗ്യത്തിലാവാൻ, നമ്മുടെ വേദനകളെ മാറ്റാൻ ഒരു തലോടലായി, ഒരു സ്പർശനമായി നമുക്കത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നിങ്ങളുടെ ശരീരത്തിലുള്ള മുറിവുകളോ വ്രണങ്ങളോ എല്ലാം മെല്ലെ ഉണങ്ങി കരിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ശ്രദ്ധ മെല്ലെ നിങ്ങളുടെ കണങ്കാലിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ ശരീരത്തിന് മുഴുവൻ താങ്ങി നിർത്താനുള്ള കരുത്തും ശക്തിയും നൽകിക്കൊണ്ട് നിങ്ങളെ താങ്ങി നിൽക്കുന്ന നിങ്ങളുടെ കാലുകളെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഇടുപ്പിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം, ബോഡിയുമായി ടച്ച് ചെയ്തിരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ആന്തരിക അവയവത്തിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രയാസമായിക്കോട്ടെ, ആന്തരിക അവയവങ്ങളിൽ എവിടെയെങ്കിലും അസ്വസ്ഥതയോ പ്രയാസങ്ങളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായും നിങ്ങളിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളുടെ പുറം ഭാഗം, ഫ്രണ്ട് ഭാഗം, ഷോൾഡർ, കൈകൾ, കവിൾത്തടം, നെറ്റിത്തടം, തലയുടെ ഭാഗം എല്ലാം ഇപ്പോൾ പൂർണ്ണമായും റിലാക്സിലാണ്. അൽഹംദുലില്ലാഹ്. നിങ്ങളുടെ ശരീരം മുഴുവനും ഇപ്പോൾ പൂർണ്ണമായും റിലാക്സിലായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തെ എത്രയും മനോഹരമാക്കി തന്ന റബ്ബിനെ ആത്മാർത്ഥമായി മനസ്സിൽ കണ്ടുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നിങ്ങൾ കാരണം നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടുകളോ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അശ്രദ്ധ കാരണം നിങ്ങളുടെ ശരീരത്തിന് ഏതെങ്കിലും തരത്തിൽ വേദനകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഫോർഗീവ് ചെയ്തു കൊടുക്കാം.
നിങ്ങൾക്ക് ആത്മാർത്ഥമായും നിങ്ങൾക്ക് തന്നെ ഫോർഗീവ് ചെയ്തു കൊടുക്കാം. മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ചിന്തകളും ഓർമ്മകളും നിങ്ങളുടെ ഹൃദയത്തിൽ പേര് നടന്നതുകൊണ്ട് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ബുദ്ധിമുട്ടിച്ചതിന് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ മാപ്പ് നൽകാം. എന്തെങ്കിലും ഓർമ്മകൾ നിങ്ങൾ ഉള്ളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഓർമ്മകളെ മാത്രം കൊണ്ടുവന്നുകൊണ്ട് അത് നിങ്ങളിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതാവുന്നത്. ഇതുവരെ അത്തരം ഓർമ്മകൾ വരുമ്പോൾ നിങ്ങൾക്ക് സങ്കടങ്ങളും ദേഷ്യവും കരച്ചിലും പ്രയാസങ്ങളും ഒക്കെ ആയിരുന്നെങ്കിൽ ഇനി നിങ്ങൾക്ക് അത്തരം ഓർമ്മകൾ വരുമ്പോൾ സമാധാനവും സന്തോഷവും നൽകുന്ന ഒരവസ്ഥയിലേക്ക് ആയി മാറുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളിപ്പോൾ നിങ്ങളെ തന്നെ നിങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് സ്വന്തത്തിനോട് പറയാം, ഞാൻ ഏതവസ്ഥയിലാണോ ഉള്ളത് അതേ അവസ്ഥയിൽ ഞാൻ എന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റിയത് എന്നെ മാത്രമാണ്. ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നു. എന്നെ ഈ ഭൂമിയിൽ നിന്നും ഞാൻ എന്നേക്കുമായുള്ള ഒരു യാത്ര പോകുമ്പോൾ എന്നെ ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കും എന്നുള്ള ഉത്തമ ബോധ്യം ഞാൻ എന്നിൽ കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് കുറച്ച് സമയം നിങ്ങളുടെ ശ്രദ്ധ അള്ളാഹുവിലേക്ക് കൊണ്ടുവരാം. ഒന്ന് സൈലന്റ് ആയിരിക്കുക. മുടങ്ങാതെ നിങ്ങളിൽ ബ്രീത്ത് തന്നുകൊണ്ട് ഈ നിമിഷവും ആയുസ്സിൽ നിലനിർത്തി തരുന്ന അള്ളാഹുവിനെ ആത്മാർത്ഥമായി ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് സൈലന്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ സമയം പുറത്തുനിന്ന് പലവിധ ചിന്തകളും കടന്നു വരാം. ചിന്തകൾ വരുന്ന സമയത്ത് ചിന്തകൾ വന്നു പോകരുത് എന്നുള്ള ചിന്തയിൽ ഇരിക്കരുത്. വരുന്ന ചിന്തകളെ ഇറ്റ്സ് ഓക്കെ, ഞാനിപ്പോൾ സൈലൻസിലാണ്, ഇപ്പോൾ തിരിച്ചു പോ എന്ന് പറഞ്ഞ് ചിന്തകളെ സ്വീകരിച്ചുകൊണ്ട് തിരിച്ചുവിടാം. ഈ സൈലൻസിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ചിന്തകൾ പിടിച്ചു വെക്കാൻ നോക്കുമ്പോൾ, ചിന്തകൾ വരരുത് എന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും, വരുന്ന ചിന്തകളെ ഇറ്റ്സ് ഓക്കെ, ഞാനിപ്പോൾ സൈലൻസിലാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടെ തിരിച്ചയക്കുമ്പോഴുള്ള ആനന്ദം, ഈ ഒരു ആനന്ദം നമുക്ക് ഫോർഗീവിലൂടെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നു. നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച ഏതേലും ഒരു വ്യക്തിയുടെ മുഖം ഉള്ളിലേക്ക് കൊണ്ടുവരാം. ആ വ്യക്തിയോട് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്ന വികാരം, ദേഷ്യമോ സങ്കടമോ വേദനയോ എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് തിരിച്ചറിയാം. അതിനെ എതിർക്കാതെ, അതിനെ ക്രോസ് ചെയ്യാതെ അതിനെ ഒന്ന് ഉൾക്കൊള്ളാൻ നോക്കാം. ആ വ്യക്തിക്ക് പൂർണ്ണമായും നിങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്നു. മനസ്സിൽ ആ വ്യക്തിയോട് ഇപ്രകാരം പറയാം, നീ ചെയ്ത കാര്യം എന്നെ വേദനിപ്പിച്ചു, പക്ഷേ ആ വേദനയുടെ ഭാരം ഇനി ചുമക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ സമാധാനത്തിനായി ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. ഞാൻ നിന്നെയും എന്നെയും ആ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു
പ്രകാശം പുറപ്പെട്ട് ആ വ്യക്തിയിലേക്ക് എത്തുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ആ പ്രകാശം നിങ്ങളുടെ ഉള്ളിലെ സങ്കടത്തെയും പ്രയാസത്തെയും ഇല്ലാതാക്കുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ബ്രീത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാം. നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരക്കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഓരോ ബ്രീത്ത് എടുക്കുമ്പോഴും ഇപ്പോൾ റിലാക്സ് ആയിക്കൊണ്ട്, ഒരു വെയിറ്റ്ലെസ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് ബ്രീത്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നു. ഒന്ന് ആസ്വദിച്ചുകൊണ്ട് വളരെ സാവധാനം ബ്രീത്ത് ഇൻ ചെയ്യാം, ഹോൾഡ് ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഒരു നിമിഷം ബ്രീത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊടുത്ത് കൈകൾ രണ്ടും സ്ക്രബ് ചെയ്ത് മുഖത്തിന് നേരെ സ്പർശിച്ച് കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാവുന്നതാണ്. എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവം പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ടാക്കി പറയാം. ഫീൽ ആയിട്ടുണ്ടോ എന്നുള്ളത്. ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റിയോ, കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒന്ന് പറയോ? മിസ്സേ അൽഹംദുലില്ലാ, ഞാൻ സുജീനയാണ്. ഓക്കെ, ശരി. മനസ്സ് ഭയങ്കര ഒരു ഭാരത്തിലിരിക്കുകയായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞപ്പോ നല്ലൊരു ആശ്വാസം തോന്നുന്നുണ്ട്. ഇപ്പോ മിസ് പറഞ്ഞതുപോലെ നമുക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കാം, നമ്മൾ അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷെ എങ്കിലും നമ്മൾ ഒറ്റപ്പെടുത്തുന്ന ആ സന്ദർഭം നമുക്കത് ചില സമയത്ത് അത് താങ്ങാൻ പറ്റാത്ത അത്രയും വേദനയായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് കാരണം എന്തെന്ന് പോലും അറിയാതെ നമ്മളെല്ലാരും ഒറ്റപ്പെടുത്തൂലേ. അവരും അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് അള്ളാഹുവാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഇരിക്കാൻ നമ്മുടെ ഹൃദയത്തിന് അള്ളാഹു കൂടുതൽ കൂടുതൽ ശക്തി നൽകട്ടെ. ഗ്രാറ്റിറ്റ്യൂഡ് എന്നും എഴുതുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. എഴുതാറുണ്ടല്ലോ, ഡെയിലി എഴുതാറില്ലേ? എഴുതാറുണ്ട്. അത് സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. എന്തായാലും ഇപ്പോ ഒരുപാട് നേരത്തെ അനുഭവിച്ച വേദനകളിൽ നിന്നും ഒരുപാട് ഇപ്പൊ മാറ്റത്തിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ അല്ലെ? ഇനിയും അള്ളാഹു കൂടുതൽ മാറ്റങ്ങളിലേക്ക് എത്തിപ്പിക്കട്ടെ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവം പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു. മെഡിറ്റേഷൻ ഒക്കെ നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് സന്തോഷം. അൽഹംദുലില്ലാഹ്. ഓക്കെ, ഇപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ കാണാം ഇൻഷാ അല്ലാഹ്. നിങ്ങള് കൂടുതൽ ആളുകളിലേക്ക് മാക്സിമം ഇത് എത്തിപ്പിക്കാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യാനും നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാനും മറക്കണ്ട എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.